നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 തുല്യത ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. ഓക്കെ, എഴുതിയത് മാർഗ്രറ്റ് ആറ്റ്വുഡ്. മാർഗ്രറ്റ് ആറ്റ്വുഡ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കനേഡിയൻ റൈറ്ററാണ്. ഓക്കെ, നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം. അപ്പോൾ ദ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ് വളരെ മനോഹരമായ ഒരു പോമാണ്, ഒരു കവിതയാണ്. റിട്ടൺ ബൈ മാർഗ്രറ്റ് ആറ്റ്വുഡ്. ആരെഴുതിയതാണ്? മാർഗ്രറ്റ് ആറ്റ്വുഡ് എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ് ഇത്, എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ദിസ് പോം ഈസ് അബൌട്ട് എ വുമൻ. ഈ പോം അല്ലെങ്കിൽ ഈ കവിത ആരെക്കുറിച്ചാണ്? ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഹു ട്രൈസ് ടു റൈറ്റ് ഹെർ നെയിം. അവരുടെ പേരെന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? എഴുതാൻ ശ്രമിക്കുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്. അപ്പോൾ ഈ കവിത എന്തിനെക്കുറിച്ചാണ്? സ്വന്തം പേര് ആദ്യമായി എഴുതാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. മൂന്നാമത്തെ പോയിൻറ്റ്, ദ വുമൻസ് അപ്പിയറൻസ് ആൻഡ് മാനർ ആർ നോട്ട് സോഫിസ്റ്റിക്കേറ്റഡ്. അപ്പോൾ ദ വുമൻസ് അപ്പിയറൻസ്, ആ സ്ത്രീയുടെ രൂപവും, ആൻഡ് മാനർ, സ്വഭാവവും, ആർ നോട്ട്, എങ്ങനെയുള്ളതല്ല, പരിഷ്കൃതമല്ല. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ പരിഷ്കൃതം എന്നാണ് അർത്ഥം. ആർ നോട്ട് സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതല്ല, പരിഷ്കൃതമായിട്ടുള്ളതല്ല. അടുത്ത പോയിൻറ്റ്, ഷീ ഈസ് സ്ക്വാട്ടിങ്. അതായത് സ്ക്വാട്ടിങ് മീൻസ് കുത്തിയിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നിലത്ത് ആൾ എങ്ങനെ ഇരിക്കുകയാണ്? കുത്തിയിരിക്കുകയാണ്. ഷീ ഈസ് barefoot ആൻഡ് her skirt tucked around her ankles. അപ്പോൾ എന്താണ്? ഷീ ഈസ് barefoot എന്ന് പറഞ്ഞാൽ എന്ത് ധരിച്ചിട്ടില്ല എന്നാണ്? പാദരക്ഷകളൊന്നും ധരിച്ചിട്ടില്ല. ആൻഡ് her skirt tucked around her ankles. അപ്പോൾ her സ്കേർട്ട് മീൻസ് എന്താണ്? പാവാട. tucked around എന്ന് പറഞ്ഞാൽ എന്താണ്? ഒതുക്കി വയ്ക്കുക. എവിടെ? around her ankles. അപ്പോൾ കാലിൻ്റെ ഇടയിലേക്ക് എന്ത് ചെയ്തു? സ്കേർട്ട് ഒതുക്കി വെച്ചു. ഹർ ഫേസ് ഈസ് ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. അപ്പോൾ എന്താണ്? അവരുടെ മുഖം എങ്ങനെയുള്ളതാണ്? ലൈൻഡ് മീൻസ് എന്താണ്? വരകളും, ആൻഡ് ക്രാക്ഡ് മീൻസ് ചുളിവുകൾ. ഓക്കെ, അപ്പോൾ വരകളും ചുളിവുകളും ഒക്കെ ഉള്ളതായിരുന്നു അവരുടെ ഫേസ്. ഷീ ഈസ് പ്രോബബ്ലി 30. അവർക്ക് ഏകദേശം എത്ര വയസ്സ് പ്രായമുണ്ട്? 30 വയസ്സ്. ബട്ട് ഷീ ലുക്സ് വെരി ഓൾഡ്. പക്ഷേ എന്താണ്? കാണുമ്പോൾ കുറച്ചധികം പ്രായം തോന്നിക്കുന്നു. ഓക്കെ, ഹെർ ഹാൻഡ്സ് ആർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. അപ്പോൾ അവരുടെ കൈകൾ എങ്ങനെയുള്ളതാണ്? ലൈൻഡ്, വരകളും ചുളിവുകളും. ക്രാക്ഡ് മീൻസ് ചുളിവുകളൊക്കെ ഉള്ളതാണ്. ആൻഡ് ഹെർ ഹെയർ കൺസീൽഡ്. ഹെയർ എങ്ങനെ ഉള്ളതാണ്? ഹെയർ മറച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? കൺസീൽഡ് മീൻസ്, കൺസീൽഡിൻ്റെ അർത്ഥം മറയ്ക്കുക എന്നാണ്. അടുത്ത പോയിൻ്റ്, ഷീ റൈറ്റ്സ് ലബോറിയസ്ലി. അതായത് അവർ എഴുതുകയാണ്. എങ്ങനെയാണ്? വളരെ അധ്വാനിച്ച്. ഓക്കെ, വളരെ അധ്വാനിച്ച് എഴുതുകയാണ്. എന്തിൽ? ഇൻ ദ വെറ്റ് ഗ്രേ ഡേർട്ട്. അതായത് ഈർപ്പമുള്ള ഗ്രേ നിറത്തിലുള്ള ഡേർട്ട് മീൻസ് നമുക്കിവിടെ ചെളിയെന്ന് എടുക്കാം. ഓക്കെ, വിത്ത് എ സ്റ്റിക്ക്. അപ്പോൾ വളരെ വൃത്തിഹീനമായ ഈർപ്പമുള്ള ഒരു ചെളിക്കുണ്ടിൽ അവരെന്ത് ചെയ്യാണ്? ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ട് എഴുതുകയാണ്. ദിസ് ടൈം ഷീ ഫിനിഷസ് ഇറ്റ് സക്സസ്ഫുള്ളി. ഇത്തവണ അവർ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെ? ഇറ്റ് സക്സസ്ഫുള്ളി, വളരെ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? ഇതിന് മുന്നേയും ഒരുപാട് തവണ അവർ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ? പക്ഷേ ഇത്തവണ എന്ത് ചെയ്തു? വളരെ വിജയകരമായിട്ട് അവരത് ഫിനിഷ് ചെയ്തു. ആൻഡ് ഷീ ഈസ് പ്രൗഡ്. അതിൽ അവർക്ക് വളരെ അഭിമാനം തോന്നി. ഷീ മസ്റ്റ് ഹാവ് റിട്ടൺ ഹെർ നെയിം. അപ്പോൾ അവരെന്താണ് എഴുതിയത്? അവർ വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ പേര് എഴുതി. ഓക്കെ, ദ ലാംഗ്വേജ് ഓഫ് ദ പോം ഇസ് വെരി സിമ്പിൾ. ഇവിടുത്തെ ലാംഗ്വേജ്, പോമത്തിൻ്റെ ഈ കവിതയുടെ ഭാഷ എങ്ങനെയുള്ളതാണ്? സിമ്പിളാണ്, വളരെ ലളിതമാണ്. ബട്ട് പവർഫുൾ, പക്ഷേ വളരെ ശക്തമാണ്. ഇറ്റ് ഷോസ് ദ വുമൻ സ്ട്രോങ് ഡിസയർ. ഇതെന്താണ് കാണിക്കുന്നത്? ഈ കവിത എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്? ദ വുമൻ സ്ട്രോങ് ഡിസയർ, ഒരു സ്ത്രീയുടെ ശക്തമായ ആഗ്രഹം. ഡിസയർ മീൻസ് ആഗ്രഹം. ടു ലേൺ, എന്ത് ചെയ്യാൻ? പഠിക്കാനും. ആൻഡ് കം അപ്പ്, അതുപോലെ മുന്നിലെത്താനും ഉള്ള ഒരു സ്ത്രീയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ കാണിക്കുന്ന ഒരു കവിതയാണിത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ കവിതയുടെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്